നമസ്കാരം. നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മുട്ടിൻ്റെയോ അല്ലെങ്കിൽ കാലിൻ്റെ കുഴയുടെയോ അല്ലെങ്കിൽ ഷോൾഡറിലോ അല്ലെങ്കിൽ കൈയുടെ കുഴയിലോ ഒക്കെയുള്ള ലിഗമെൻറ്റുകൾക്ക് ഇഞ്ചുറി സംഭവിച്ചിട്ട് വർഷങ്ങളായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണോ? അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ഏത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ കാത്തിരിക്കുകയാണോ? അപ്പോൾ അല്ലെങ്കിൽ സർജറി മാത്രമേ ഓപ്ഷനുള്ളൂ എന്നുള്ള ഒരു സ്ഥിതിയിൽ നിങ്ങൾ എത്തിയിരിക്കുകയാണോ? ചിലപ്പോൾ നിങ്ങൾ സർജറി ചെയ്തിട്ട് സക്സസ് അല്ലാതുള്ളത് കണ്ടിട്ട് ആ ഒരു പടി സർജറി ചെയ്യാൻ പറ്റാതെ ഒരു ധൈര്യം ഇല്ലാതിരിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സർജറി കൂടാതെ തന്നെ ഇതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുമായിട്ടാണ് നമ്മൾ വരുന്നത്. ആയുഷ്കമ്മി ആയുർവേദത്തിൽ വർഷങ്ങളായിട്ട് തന്നെ നമ്മൾ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട്. ഈ ലിഗമെന്റ് ഇഞ്ചുറി എന്നുള്ള പേര് പുതിയതാണെങ്കിൽ ഈ പ്രശ്നം പുതിയതല്ല. ഇത് മനുഷ്യനുള്ള കാലം തൊട്ടുള്ളത് തന്നെയാണ്. നമ്മൾ പണ്ട് തൊട്ടേ ഇതിന് ട്രീറ്റ് ചെയ്യുന്നതാണ്. ഇതിനെ മർമ്മക്ഷതങ്ങളിലും അതുപോലെ തന്നെ ഉളുക്കിലും ഒക്കെ പെടുത്തിയിട്ട് നമുക്ക് പറയാം. ആ രീതിക്ക് കണ്ടിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ ഇതിന് വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. തെങ്ങ് കയറുന്നവർ പോലും അവരുടെ ആ ജോലി വിട്ടെടുത്ത് വീണ്ടും തിരിച്ച് തെങ്ങേറ്റത്തിലേക്ക് തന്നെ പോയവർ വരെ നമ്മളുടെ അനുഭവത്തിലുണ്ട്. അപ്പം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു ലേപമുണ്ട്. ഫസ്റ്റ് സെറ്റ് ഓഫ് പ്രോട്ടോകോളിൽ ഫസ്റ്റ് സെറ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ആയിട്ട് വരും ഇതാണ്. ഈ ലേപം കഴിഞ്ഞതിന് ശേഷം ആളുടെ കണ്ടീഷൻ നോക്കി സാധാരണഗതിക്ക് ഒരു 75% മുകളിലുള്ള ആൾക്കാർക്ക് വരെ 75% ഓളം ആൾക്കാർക്ക് ഈ ലേപം ചെയ്യുമ്പോൾ തന്നെ അസുഖത്തിൽ നിന്ന് രക്ഷ കിട്ടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതും പോരാതെ വരുന്നവർക്ക് ചിലപ്പോൾ നമ്മൾ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താ പറയുക പിഴിച്ചിലോ പിജുവോ അല്ലെങ്കിൽ ധാരകളോ തൈലധാരയോ കഷായധാരയോ അല്ലെങ്കിൽ കിഴിയോ ഒക്കെ വെക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് റെയർ കേസാണ്. അപ്പോൾ നമ്മളെ അടുത്ത് ഇതിനുള്ള എന്താ പറയുക ഓൺലൈൻ ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിലത്തെ ട്രീറ്റ്മെൻറ്റിൽ ഓൺലൈനായിട്ട് തന്നെ ചെയ്യാം. ഈ ഒരു 75% ആൾക്കാർക്ക് മാറുമെന്ന് പറഞ്ഞാൽ ആ മാറാത്ത ബാക്കി 25%-ത്തിനാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നേരിട്ട് വരിക തന്നെ വേണ്ടി വരും. അങ്ങനെ വന്നിട്ട് തന്നെ ചെയ്യേണ്ടി വരും. അപ്പം കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ബന്ധപ്പെടുക. താങ്ക് യു.